വൈകുന്നേരം ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അടുത്തുള്ള സ്പോട്ടിലേക്ക് പോയി ഒരു ചായ പറഞ്ഞു. ആ ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല കിടിലൻ ചായ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, മിഷ്യൻ ചായ ആയിരുന്നു അത്. അത് കുടിച്ച് അവിടെ എന്തായാലും ചായ കുടിച്ചു, എല്ലാം കഴിക്കണ്ടേ. എന്നാൽ പിന്നെ അവിടെ അടുത്തുള്ള ഒരു സ്പോട്ടിൽ കയറി ഒരു പൊറോട്ട കഴിക്കാമെന്ന് വെച്ചു. ഒരു പൊറോട്ടയും പറഞ്ഞു, ഒരു മീൻകറിയും പറഞ്ഞു. മത്തിക്കറി ആയിരുന്നു പറഞ്ഞത്. മത്തിക്കറി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നേരെ മത്തിക്കറി പറഞ്ഞു. ആ മത്തിക്കറിയും പൊറോട്ടയും കൂടെ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. പൊറോട്ട ലേശം ചൂട് കുറവായതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് വിളിച്ചിട്ട് നേരെ ഒരു ബിരിയാണി കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. എന്തായാലും ചുമ്മാ ഇരിക്കുക, എന്നാൽ പോയേക്കാം. നേരെ ചെന്നിട്ട് ഒരു ബീഫ് ബിരിയാണി പറഞ്ഞു. അവിടെ ആകെ 2 ബിരിയാണി ഉള്ളൂ, ബീഫും ചിക്കനും. ഒരു ബീഫ് ബിരിയാണി പറഞ്ഞു. ബീഫ് ബിരിയാണി കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ആ റൈസിൻ്റെ ക്വാണ്ടിറ്റി ലേശം കുറവാണെന്നാണ് ഒരു അഭിപ്രായം. ബാക്കിയുള്ള സ്പോട്ടിലൊക്കെ കഴിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ റൈസിൻ്റെ ഭയങ്കരമായിട്ട് ക്ഷാമം തോന്നിക്കുന്നുണ്ട്. എന്തായാലും കിട്ടിയത് കഴിക്കാമല്ലോ. നേരെ പോയി അവിടുന്ന് ഒരു ബീഫിൻ്റെ പീസ് എടുത്ത് ലേശം ചോറിൻ്റെ കൂടെ കൂട്ടി. ഓഫ്, നല്ല രസമുണ്ടായിരുന്നു. ആ ബീഫിൻ്റെ കൺസിസ്റ്റൻസി ഏതാ രസം. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിന്. ലേശം അച്ചാറും ബീഫിൻ്റെ പീസും എല്ലാം കൂടി എടുത്ത് വെച്ച് ഒരു പിടി അങ്ങ് കഴിക്കണം. ഓഹ്, ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു പൊറോട്ടയും കൂടെ പറഞ്ഞു. പൊറോട്ടയ്ക്ക് എന്താ കറി വേണ്ടതെന്ന് ചോദിച്ചപ്പം കറിയായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നിയില്ലാത്തതുകൊണ്ട് കുറച്ച് ചാറ് തന്നതെന്ന് പറഞ്ഞു. നല്ല മീൻകറീൻ്റെ ചാറ് തന്നവർ. അതെങ്കിൽ അത് ഉള്ളത് വെച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻകറിയും കൂട്ടി അങ്ങ് പിടിച്ചു. ഓ, മീൻകറി എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കഴിച്ചു. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഫ്രണ്ടിലൊരു അൽഫാം കട. എന്നാൽ പിന്നെ അവിടെയും കൂടെ കയറിയേക്കാം. നേരെ ചെന്നിട്ടൊരു അൽഫാം പറഞ്ഞു. പെരി പെരിയാ പറഞ്ഞത്. കുറച്ച് താമസം ഉണ്ടായിരുന്നു കിട്ടാൻ. നല്ല തിരക്കുള്ളത് കൊണ്ട്, നല്ല തിരക്കുള്ള സമയത്താണ് കയറിയത്. സമയം പോയാന്ത്, സാധനം കിട്ടിയാൽ പോരെ. സാധനം കിട്ടിക്കഴിഞ്ഞ് പിന്നെ അക്രമം തുടങ്ങി. നേരെ പെരി പെരിയിലേക്ക് കയറി കുറച്ച് ഞുള്ളി എടുത്തു നോക്കി. ഓഫ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ പീസ് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പൊറോട്ടയും കൂടെ പറഞ്ഞു. എന്നിട്ട് ആ അൽഫാമിൻ്റെ പീസ് കുറച്ച് ഞുള്ളി എടുത്തിട്ട് ഒരു പൊറോട്ട പീസ് എടുത്ത് ആ അൽഫാമിൻ്റെ കഷ്ണം അങ്ങ് എടുത്തിട്ട് ഇച്ചിരി മയോണൈസിലും ഇച്ചിരി സോസിലും കൂടെ മുക്കിയിട്ടൊരു കടി അടിക്കണം. ഓഹ്, സെറ്റപ്പ് സാധനം മോനെ. ആ പീസ കണ്ടാ അറിയും എത്ര വെന്തിട്ടുണ്ടെന്ന്. നല്ല ഗ്രേവി ഉണ്ടായിരുന്നു അതിൻ്റെ. പക്ഷെ ചെറിയൊരു എരിവ് കുറവുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ. എന്നാൽ പിന്നെ ഇന്നത്തെ ഫുഡ് കഴി നിർത്തിയിട്ട് അങ്ങ് വീട്ടിൽ പോവാന്ന് വെച്ച്. അപ്പം ശരി, എല്ലാവർക്കും ബൈ ബൈ.